കൊച്ചി തീരത്തുണ്ടായ കപ്പലപകടത്തെ തുടർന്ന് ദുരിതത്തിലായി മത്സ്യത്തൊഴിലാളികൾ. എറണാകുളത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രിയൻ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം വന്നത് 7 ലക്ഷം രൂപയാണ്. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറിൽ തട്ടി വലകീറി എറണാകുളത്ത് മാത്രം 6 മാസത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്ക് 6 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഒന്നല്ല, 2 ആഴ്ചയായി. ചിലപ്പോൾ 300 രൂപ കിട്ടും, ചിലപ്പോൾ 500 രൂപ കിട്ടും. അത് 2 ദിവസം കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതിപ്പോൾ മൊത്തം 7 ലക്ഷം അല്ല, അതിൽ കൂടാൻ സാധ്യത ഉണ്ട്. കുറേ വലയം ഒക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാശ് ആളുകൾ കടം മേടിച്ച് ചെയ്താലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് നിന്ന് പോവും. ആരും തരാനില്ലെങ്കിൽ ഇത് നിന്ന് പോവും. അങ്ങനത്തെ അവസ്ഥയിലാണ്. ഞങ്ങളായിരുന്നു വെച്ചാൽ കടം വാങ്ങിയിട്ടേക്കുന്ന പ്രസ്ഥാനം ഇറക്കണത്. ഇറക്കിയിട്ട് നമുക്കൊന്നും കിട്ടണില്ല. എണ്ണ ചിലവ് ഡെയിലി, മറ്റുള്ള ചിലവ് എല്ലാവരുടെയും ചിലവൊക്കെ കഴിയുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ എണ്ണ ചിലവ് കഴിഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവർക്കും 10-30 തൊഴിലാളികളുള്ളതല്ലേ. ഇപ്പോൾ കടം വാങ്ങാൻ ആരുമില്ല. ഇനി എവിടെ നിന്ന് വാക്കിയത് ഇനി രണ്ടാമത് എങ്ങനെ ഇറക്കുമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഈ നേരത്തെ കൊടുത്തേക്കണവർക്കും ഒരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എന്താണ് അവർ തീരുമാനിക്കണമെന്നുള്ളത് ഞങ്ങൾക്കെന്തും അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും പേര് പട്ടിണിയാണ്. ഇപ്പോൾ സർക്കാരിനൊരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ജീവിതം പ്രതിസന്ധിയിലാവും. അപ്പോൾ നിയമപരമായിട്ടും അല്ലെങ്കിൽ കോടതി മുഖാന്തരമായിട്ടും ഈ സർക്കാർ ഇതിനുള്ളൊരു നടപടി കാണണം. വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, ഒരു വല കീറുന്നു എന്നതിന്റെ അർത്ഥം ഒരുപാട് കുടുംബങ്ങളുടെ കഞ്ഞുകൂടി മുട്ടുന്നു, ഉപജീവനം ഇല്ലാതാകുന്നു, പട്ടിണിയിലേക്ക് അവർ വഴുതി വീഴുന്നു എന്നുള്ളതാണ്. കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു. കണ്ടെയ്നർ അവിടെ കിടക്കുന്നത് അവരുടെ കുറ്റമല്ല. അവർക്കറിയാവുന്ന ജോലി മീൻപിടുത്തമാണ്, അത് ചെയ്യുന്നു. ഇത് എന്താണ് പരിഹാരം? കണ്ടെയ്നർ മാറ്റണം, ഇവർക്ക് കീറിയ വലയ്ക്കും ഉണ്ടായ കോടികളുടെ നഷ്ടത്തിനും അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും നടക്കുമോ വിഷ്ണു? അശ്വി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ 6 മാസത്തോളമാകുന്നു ഈ അപകടം നടന്നിട്ട്. നേരത്തെ തന്നെ ഈ അപകടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് മത്സ്യബന്ധന മേഖലയ്ക്കാകുമെന്ന് സർക്കാരൊക്കെ പഠനം നടത്തി പറഞ്ഞതാണ്. പക്ഷേ അത് പരിഹരിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ 7 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ കാളമുക്കിൽ നിന്ന് ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രിയ വള്ളത്തിലെ ആളുകൾക്ക് സംഭവിച്ചത്. 50-60 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ച ആളുകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, അവരെ സംബന്ധിച്ച് അവർ കടം വാങ്ങിയൊക്കെ വീണ്ടും വെള്ളം പുറത്തിറക്കി പോകുന്നതാണ്. ഇനി ആരോട് കടം വാങ്ങണമെന്ന് അവർക്കറിയില്ല. പരാതിയുമായി ഫിഷറീസിൽ പോകുമ്പോൾ അവിടെ പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. എറണാകുളം ഫിഷറീസിൽ മാത്രം 34 മുതൽ 40 പരാതികൾ വരെയാണ് കിടക്കുന്നത്. 6 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആണ് നൽകാനുള്ളത്. 6 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എറണാകുളത്ത് മാത്രം. സംസ്ഥാന വ്യാപകമായി ഈ പരാതികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിന് നഷ്ടപരിഹാരം നൽകാനോ മറ്റു നടപടിയിലേക്ക് പോകാനോ സാധിച്ചിട്ടില്ല. MSC ഒരു വമ്പൻ കപ്പലാണ്, MSC ഒരു വമ്പൻ കമ്പനിയാണ്. അവരോട് നിയമ പോരാട്ടം നടത്താനുള്ള ഒരു കെൽപ്പൊന്നും ഈ പാവപ്പെട്ടവർക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സർക്കാർ മാത്രമാണ് ഇവർക്കൊരു കൈത്താങ്ങായിട്ടുള്ളത്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ, ആ പ്രതികരിച്ച ആളുകളുടെയൊക്കെ കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിലാണ്. അവർക്കിനി ആരോട് കടം വാങ്ങണമെന്ന് അറിയില്ല. കടം വാങ്ങിയാണ് ഈ വള്ളം പുറത്തിറക്കിയത്. ഇനിയിപ്പോൾ ആരോട് കടം വാങ്ങി ഇത് പരിഹരിക്കുമെന്നറിയില്ല. വലിയ ചോദ്യചിഹ്നമായി അവർ നിൽക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ അതിനും ഉള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തെങ്കിലും അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ മേഖലയിലുള്ള ആളുകൾ പോകും. ഒപ്പം ആ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റാനുള്ള നടപടികളും സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായി മാറും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.